വിശ്വാസത്താൽ ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുവാൻ എന്ന എഫേസ്യ ലേഖനം 3:17 തിരുവചനം നിവൃത്തിയാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും ആവശ്യമാണ്. കാരണം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ നമ്മെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ യോഗ്യരാക്കുന്നത് വഴി ദൈവ സ്വഭാവത്തിലേക്ക് നമ്മെ വളർത്തുന്നു. അങ്ങനെ നാം ദൈവസ്വഭാവത്തിലായി തീരുമ്പോൾ ഗലാത്യർ 5:22 23 പറയുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കും. അപ്പോൾ നാം ശത്രുവിനെ സ്നേഹിക്കും, ദയ കാണിക്കും, ക്ഷമിക്കും, ഒരു കർണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കും, കാരുണ്യപ്രവർത്തികൾ ചെയ്യും, 10 കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ മനസ്സുകൊണ്ട് പോലും തെറ്റിക്കാതിരിക്കും. 2. പരിശുദ്ധാത്മാവാണ് ഹൃദയങ്ങളിൽ സ്ഥിരമായി ആവസിച്ച് നമ്മെ ക്രിസ്തുവിനായി മുദ്രയിടുന്നതെന്ന് 1 കൊരിന്ത്യർ 6:19, എഫേസ്യർ 1:13. 3. നമ്മുടെ അകത്തെ മനുഷ്യനെ ഉജ്ജ്വലിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാകുന്നുവെന്ന് എഫേസ്യർ 3:16-17. 4. യേശുവിനെ വെളിപ്പെടുത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:26-16-14. വിശുദ്ധിയിലേക്കും രക്ഷയിലേക്കും നമ്മെ വളർത്തുകയും ക്രിസ്തുവിൻ്റെ ശരീരമായി നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഗലാത്യർ 4:6. കൂടാതെ 2 കൊരിന്ത്യർ 3:17 പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. കർത്താവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമർ 8:9. ദൈവം ആത്മാവാകുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. 1 യോഹന്നാൻ 3:24. അതാണ് നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ദൈവം അയച്ച പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ വഹിക്കുന്നതിലൂടെ നാം ക്രിസ്തുവിനുള്ളവരായിത്തീരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാം പിതാവിൻ്റെ മക്കളും പുത്രൻ്റെ അവകാശികളുമായിത്തീരും. അങ്ങനെ നാം ദൈവത്തെ പോലെ ആയിത്തീരുകയാണ്. അപ്പോൾ ദൈവമാണ് നമ്മിൽ വസിക്കുന്നത്. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കുവാനാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.